ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി എന്ന വൈഗ IPSൻ്റെ തുടർ നോവലാണ്. അധ്യായം 16 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോവല്ലേ. എൻ്റെ സത്യൻ, അവൻ എന്തുമാത്രം സങ്കടപ്പെട്ടു, എന്തുമാത്രം കരഞ്ഞു. അവൻ്റെ കൈ തട്ടിയിട്ട് അവൻ്റെ കുഞ്ഞില്ലാണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് അവനെ എത്ര സമാധാനിപ്പിക്കാൻ നോക്കി. ഈശ്വരി നെഞ്ചിൽ കൈവച്ച് എന്നിട്ട് മേലോട്ട് നോക്കി. എൻ്റെ മോൻ ചെയ്ത പുണ്യം അതാ അവൻ്റെ രക്ഷയ്ക്കെത്തിയത്. മകളെ കൊന്ന മഹാപാതകത്തിൽ നിന്നും അവനെ കരകയറ്റിയത് അച്ഛൻ ചെയ്ത പുണ്യം കൊണ്ടല്ല അച്ഛമ്മേ. വൈഗ സങ്കടം കൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച്. എൻ്റെ അച്ഛമ്മ ചെയ്ത പുണ്യം കൊണ്ട. ഈശ്വരി കണ്ണീര് തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. നമുക്ക് ജയിലിലേക്ക് പോകാം മോളെ. മിത്ര ഇവിടെ ഉണ്ടെന്ന് സത്യനോട് പറയാം, പോലീസിനോടും കോടതിയോടും ഒക്കെ പറയാം. എന്നിട്ട് എൻ്റെ മോനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോരാം. ആവേശമായിരുന്നു ഈശ്വരിക്ക്. ദേവകിയും അത് കേട്ട് പെട്ടെന്ന് ആവേശഭരിതയായി. ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ. സത്യേട്ടനെ ഇന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരണം. വൈകിയുടെ ശബ്ദം പെട്ടെന്നണഞ്ഞു. ഉത്സാഹം കിട്ടും. നമുക്ക് പോവാം മോളെ. കൊന്നെന്ന് പറഞ്ഞ് നെഞ്ചുരുകി കരയുന്ന ആൾ വന്ന് മോളെ കണ്ടോട്ടെ. ആദ്യം തന്നെ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാം. വൈഗ സ്തംഭിച്ചിരിക്കുകയാണ്. ഈശ്വരിയും ദേവികയും അത് ശ്രദ്ധിച്ചു. എന്താ മോളെ, നീ എന്താ മിണ്ടാത്തത്? നിന്റെ അച്ഛനെ പുറത്തു കൊണ്ടുവരാൻ നിനക്ക് ആഗ്രഹമില്ലേ? ദേവിക നെഞ്ചു കീറുന്ന നൊമ്പരത്തോടെ ചോദിച്ചു. വൈഗ വേദനയോടെ മുഖം തിരിക്കുന്നത് കണ്ടപ്പോൾ പ്രതാപൻ ഇടപെട്ടു. ദേവികെ, നീ എന്താണിങ്ങനെ കാര്യം അറിയാതെ? വൈകിയെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ ഇന്നാളും പറഞ്ഞല്ലേ. ഏട്ടനും കേട്ടതല്ലേ ഞാൻ പറഞ്ഞത്. സത്യേട്ടൻ നിരപരാധിയാ. അതറിഞ്ഞിട്ടും ആ മനുഷ്യനെ ഇനിയും ജയിലിലിട്ട് നരകിപ്പിക്കണം? ദേവിക ചോദിച്ചു. നിരപരാധിയായിട്ട് ജയിലിൽ കിടന്ന് നരയിക്കുന്നത് സത്യദാസ് മാത്രമല്ല, എൻ്റെ മകനും അതേ അവസ്ഥയിലാണ്. അവനൊരു കുറ്റം ചെയ്തിട്ടില്ല. നിന്റെ ഭർത്താവിനെയും മകളെയും രക്ഷിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ, പ്രതാപൻ പറഞ്ഞു. അഖിൽ അവനോട് അവനും ജയിലിലാണോ? ജയിലിലല്ല, എന്നാൽ ജയിലിന് തുല്യം, പ്രതാപൻ പറഞ്ഞു. പോലീസിൻ്റെ കൂടി അറിവോടെ ഡോക്ടർ ഹരിലാലിൻ്റെ മകൻ്റെ കൂടെ ഉണ്ടവൻ. ഡോക്ടറും മകനും ഈ കാര്യത്തിൽ സഹായിക്കാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ എത്ര പണ്ടേ എല്ലാം തകർന്ന് എന്തെല്ലാം അപകടങ്ങളുണ്ടായേനെ. പോലീസിൻ്റെ അനുവാദമില്ലാതെ എൻ്റെ മോന് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനാവില്ല. വീട്ടു തടങ്കലിലാണവൻ. ഫലത്തിൽ ജയിൽവാസം തന്നെ, രേണുക പറഞ്ഞു. അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ അവനെ വീട്ടു തടങ്കലിൽ ഇട്ടിരിക്കുന്നത്? ഈശ്വരി ചോദിച്ചു. കുറ്റമൊന്നും ചെയ്യാട്ടും അവൻ ദയയുടെ കൊലപാതക കേസിൽ ഉൾപ്പെട്ടുപോയി. മിത്ര കൊല്ലപ്പെടാതിരുന്നിട്ടും അവിടെ കൊലയാളിയായി അച്ഛൻ അകപ്പെട്ടു പോയതുപോലെ തന്നെ. വൈകിയാണ് ഉത്തരം പറഞ്ഞത്. ഫോറൻസിക് ലാബിൽ നിന്നും റിപ്പോർട്ട് വന്നു. അന്നേ ദിവസം അഖിൽ ദയയുടെ റൂമിൽ കയറിയതിന് ഒരു തെളിവും അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മനസ്സിലായി പോലീസിന് അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. അഖിലിനോടുകൂടി ഞാൻ ചോദിച്ച് അവൻ്റെ സമ്മതത്തോടു കൂടിയാണ് വീട്ടുതടങ്കൽ, പ്രതാപൻ പറഞ്ഞു. എന്തിനാ ഏട്ടാ അവനെ ഇത്രയേറെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവൻ്റെ പഠിപ്പ് തുറന്നൂടെ? ഇത് ദ്രോഹമല്ല ദേവികെ. നീ ഇങ്ങനെയൊന്നും കടന്നു ചിന്തിക്കണ്ട. അത്യാവശ്യ ഘട്ടങ്ങളിൽ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന രക്തബന്ധമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വിട്ടുവീഴ്ചയും സഹകരണമാണിത്. അങ്ങനെ കരുതിയാൽ മതി. അതെന്തിനാണെന്നാണ് ഏട്ടാ ഞാൻ ചോദിക്കുന്നത്? അതും അവൻ്റെ ഹൗസ് സർജൻസി പോലും മുടക്കിയിട്ട്, ദേവിക ചോദിച്ചു. അമ്മേ, വൈഗ ദേവികയുടെ മുഖം പിടിച്ച് തന്നിലേക്ക് തിരിച്ചു. സത്യം എന്തു തന്നെയായാലും ലോകത്തിനു മുന്നിൽ മിത്രയും ദയയും കൊല്ലപ്പെട്ടിരിക്കുന്നു. മിത്രയുടെ കൊലയാളിയായ അച്ഛനെയും ദയയുടെ കൊലയാളിയായ അഖിലിനെയും പോലീസ് പിടികൂടിയിരിക്കുന്നു. അതാണിപ്പോൾ പുറത്തുള്ളവരുടെ അറിവ്. ആ അറിവ് അങ്ങനെ തന്നെ നിലനിർത്തുന്നതുകൊണ്ട് ദയയുടെ യഥാർത്ഥ കൊലയാളി സുരക്ഷിതനായി എന്ന വിശ്വാസത്തിൽ മാളത്തിൽ നിന്നും പുറത്തിറങ്ങും. ഒപ്പം മിത്രയെ ഗർഭിണിയാക്കിയവനും. അവരെ പിടികൂടാനുള്ള പോലീസിൻ്റെ ഒരു വലിയ തന്ത്രമാണിത്. അതുകൊണ്ടാണ് അഖിലും മംഗളും ആൻറ്റിയുമൊക്കെ ഇത്ര പാടുപെട്ട് സഹകരിക്കുന്നത്. അല്ല, ദേവിക പെട്ടെന്ന് ചുറ്റും നോക്കി. മിത്രയെ ഗർഭിണിയാക്കിയവനെ എന്തിനാ തിരയുന്നേ? അവനല്ലേ മുമ്പ് മിത്രയുടെ കൂടെ അവിടെ നിന്നിരുന്നത്?
ഷാനു പ്രസാദിനെയാണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് വൈകിക്ക് മനസ്സിലായി. അയ്യോ പാവം, പ്രതാപൻ പറഞ്ഞു. ആ കുട്ടി ഒന്നും അറിഞ്ഞതല്ല. ജഡം പോലെ കിടന്നിരുന്ന മിത്രയുടെ ശരീരത്തിലേക്ക് ജീവൻ ഊതി ഊതി അനക്കം വയ്പ്പിച്ചെടുത്തതാണ് അവൻ. വേഗം വാതിൽ തുറന്നു നോക്കി. വാതിലിന് വെളിയിൽ വരാന്തയിൽ ഭിത്തിയിൽ ചാരി അന്യനെ പോലെ മാറി നിൽക്കുകയായിരുന്നു അവൻ. ഷാനു, വൈക വിളിച്ചു. നീ എന്താ അകത്തേക്ക് വരാതെ അവിടെ തന്നെ നിന്നത്? ഞാനോ ശ്രദ്ധിച്ചില്ല. ഷാനു പുഞ്ചിരിച്ചു. ആ അമ്മമാരുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല വൈകേച്ചി. അവൻ പുഞ്ചിരിച്ചു. പക്ഷെ അവൻ്റെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു. കുറച്ച് നാളായി മീത്തുവിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറ്റിക്കുകയാണല്ലോ എന്ന് ഓർത്തുപോയി. ഏയ്, നീ വിഷമിക്കില്ല ഷാനു. വൈക അവൻ്റെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതൊരു ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ. എല്ലാം കഴിയുമ്പോൾ അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്നു പറയണം. ചെയ്ത തെറ്റ് ഏറ്റുപറയുന്ന അത്രയും പ്രായച്ചിത്തം മറ്റൊന്നുമില്ല. അത് നിനക്കറിയില്ലേ? അറിയാം. ഞാനെല്ലാം അച്ഛനോടും അമ്മയോടും തുറന്നു പറഞ്ഞോളാം. മോനെ. അപ്പോഴാണ് ആ വിളി. ദേവികയായിരുന്നത്. ഈശ്വരിയും കൂടെയുണ്ട്. നിന്നെക്കുറിച്ച് ഇവരെല്ലാം പറഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു. ദേവിക അവൻ്റെ തോളിൽ തഴുകി. ചുരുണ്ട മുടിയിഴകളിൽ തഴുകി. അലവും കരുണയും തങ്ങി നിൽക്കുന്ന മിഴികളുള്ള ആ മുഖം അവൾ കൈക്കുടന്നയിലെടുത്ത് അതീവ സ്നേഹത്തോടെ പറഞ്ഞു. മോൻ എൻ്റെ മോളെ ഒരുപാട് സ്നേഹിച്ചു. ഇപ്പോൾ അവളെ ജീവൻ വെപ്പിച്ചെടുത്തു. എങ്ങനെയാണ് നിന്നോട് നന്ദി പറയേണ്ടത്? നന്ദി പറയാനും മാത്രം ഞാനൊന്നും ചെയ്തില്ലമ്മ. ഷാനു ചിരിക്കാൻ ശ്രമിച്ചു. ആ അമ്മ എന്നുള്ള വിളി ദേവികയുടെ കരളിൽ തൊട്ട് വാത്സല്യം ചുരുന്നു. മോൻ അമ്പാടിയിലോട്ട് വാ. ഈശ്വരി സ്നേഹത്തോടെ ക്ഷണിച്ചു. ഞങ്ങളുടെ മകനായിട്ട് തന്നെ. ഞാൻ വരാം അച്ഛമ്മേ. ഷാനു ഈശ്വരിയുടെ വലതുകരം കവർന്നു. പ്രായം ഇത്രയായിട്ടും അധികം ചുളിവ് വീഴാത്ത ആ കൈപ്പത്തിയിൽ മെല്ലെ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. അച്ഛമ്മയെക്കുറിച്ചും അച്ഛമ്മ സൂക്ഷിച്ചിരുന്ന സ്വർണത്തെക്കുറിച്ചും സ്വർണത്തേക്കാൾ വിലയുള്ള ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ മീതു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈശ്വരിക്ക് മനസ്സ് നിറഞ്ഞു. മാഡം. അപ്പോഴാണ് വൈകിട്ട് അടുത്തേക്ക് സിസ്റ്റർ ധൃതിയിൽ വന്നത്. ഹരിലാൽ സാറ് മാഡത്തെ അന്വേഷിക്കുന്നുണ്ട്. ഞാനിതാ വരുന്നു. വൈക സിസ്റ്റർക്കൊപ്പം നീങ്ങി. ഇരുവരും ഡോക്ടർ ഹരിലാലിൻ്റെ റൂമിലെത്തി. അദ്ദേഹം കുറേ സ്കാനിങ് ഫിലിമുകൾ ശ്രദ്ധാപൂർവം പഠിക്കുകയായിരുന്നു. കൂടെ ഡോക്ടർ അനിൽരാജനുണ്ട്. മിത്രയെ ഞങ്ങളൊരു എമർജൻസി സ്കാനിങ്ങിന് വിധേയമാക്കി. സ്കള്ളും ബ്രെയിനും പരിശോധിച്ചു. ഒരു വലിയ അപകടമുണ്ട് മാഡം. എന്താ ഡോക്ടർ? വൈകിയുടെ ഹൃദയതാളം മുറുകി. മിത്രയുടെ ഓർമ്മയ്ക്ക് തടസ്സമോ? എങ്ങനെ വന്നു ഡോക്ടർ ആ തകരാറ്? ആദ്യത്തെ ഷോക്കിൽ നിന്ന് മുക്തിയായ വൈക ചോദിച്ചു. അവൾ ഷാനുവിനെ തിരിച്ചറിഞ്ഞു. ഷാനുവിൻ്റെ പേര് വിളിച്ചു. എന്നെ തിരിച്ചറിഞ്ഞു. വിളി കേട്ടു. ഇച്ചേച്ചിന്ന് വിളിച്ചു. അതൊക്കെ ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണോ ഡോക്ടർ? ഉദ്യോഗത്തോടെ അവൾ ചോദിച്ചു. മാഡം ടെൻഷനാവാതെ ശാന്തമായിട്ട് കേൾക്ക്. ഡോക്ടർ ഹരിലാൽ സ്കാൻ ഫിലിമിൽ നിന്നും നോട്ടം മാറ്റി അവൾക്കെതിരെ തിരിഞ്ഞിരുന്നു. ഒരേ കിടപ്പായിരുന്നപ്പോൾ മിത്രയുടെ ബ്രെയിനിന് ഒരു സ്ട്രെയിനും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ആ കുട്ടിയുടെ ബ്രെയിൻ ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ അന്ന് സംഭവം നടക്കുന്ന ആ രാത്രിയിൽ ഏതാണ്ട് അടുത്തടുത്ത സമയത്ത് മിത്രയുടെ തലയ്ക്ക് 2 തരത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ശരിയല്ലേ? ഡോക്ടർ അനിൽരാജൻ ചോദിച്ചു. അതെ, വൈക സമ്മതിച്ചു. ചോദ്യം ചെയ്യലിനിടയിൽ ഡോക്ടർ സത്യദാസിൻ്റെ അടിയേറ്റ് മിത്ര തറയിൽ തലതല്ലി വീണു. ആദ്യം അതെ. പിന്നെ കുട്ടി മരിച്ചെന്ന് കരുതി ആ ശരീരം എടുത്തുകൊണ്ട് അദ്ദേഹം സ്റ്റെയർകേസ് ഇറങ്ങുമ്പോൾ കയ്യിൽ നിന്നും വഴുതി തറയിൽ വീണു. ആ വീഴ്ചയിൽ മിത്രയുടെ റൈറ്റ് സ്കൾ പൊട്ടിയിരുന്നു. വൈക തലയാട്ടി. അന്നത്തെ ഓപ്പറേഷനിൽ ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. പക്ഷെ ചില ക്ഷതങ്ങളും ഇഞ്ചറികളും ബ്രെയിനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുകയെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. ബോധം വീണ്ടും കിട്ടാതെ ഒന്നും പറയാനോ ചെയ്യാനോ ആവില്ലെന്ന്. ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി. രണ്ടാമത്തെ വീഴ്ചയിൽ സ്കള്ളിന് പുറമെ മെമ്മറി വെയിനും ക്ഷതമുണ്ടായിട്ടുണ്ട്. മെമ്മറി വെയിനോ? വൈക ഉദ്യോഗത്തോട് ചോദിച്ചു. അതെ, ഡോക്ടർ തുറന്നു. ഇപ്പോൾ കുട്ടി കോൺഷ്യസായി കണ്ണു തുറന്നു. നമ്മുടെയൊക്കെ ശബ്ദം തിരിച്ചറിയാനും പ്രതികരിക്കാനും ശ്രമിക്കുന്നു. അതോടെ ക്ഷതമേറ്റ മെമ്മറി വെയിൻ
സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതാവാം പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെട്ടതും പ്രതികരണം നിലച്ചതും. ഓർമ്മ വീണ്ടെടുക്കാനുള്ള ബ്രെയിനിൻ്റെ പരിശ്രമമാണ് ശരീരത്തിൽ പെട്ടെന്നുണ്ടായിരുന്ന വിറയലും മറ്റും. അപ്പോൾ ഇനി അവൾക്ക് ശരിയായ ഓർമ്മ തിരിച്ചു കിട്ടില്ലേ ഡോക്ടർ? മാഡം ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ, ഡോക്ടർ അനിൽരാജൻ സൗമ്യമായി പറഞ്ഞു. പോസിറ്റീവായി ചിന്തിക്കൂ. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ട്, അവൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഡോക്ടർ വൈഗ പറഞ്ഞു. എനിക്കറിയാം, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല മാഡം. ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. പക്ഷെ തരേണ്ടത് ദൈവമാണ്. വൈകിട്ട് മുഖത്ത് നിരാശ കൂടുകെട്ടി. ചില സിനിമയിലൊക്കെ ചിത്രീകരിക്കാറുള്ളത് പോലെ ഒരു വീഴ്ചയ്ക്ക് മെമ്മറി പോയി. പിന്നെ അതുപോലെ ഒന്നുകൂടി വീണാൽ മെമ്മറി തിരിച്ചു കിട്ടും എന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കാൻ എനിക്കാവില്ല. ഡോക്ടർ ഹരിലാൽ ചിരിച്ചു. പക്ഷെ മിത്രയ്ക്ക് ഫുൾ മെമ്മറി കിട്ടും. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയാണ്. പക്ഷേ റിസൾട്ടിന് താമസം ഉണ്ടാകും. എത്ര നാൾ? ചിലപ്പോൾ 2-4 മാസം പിടിക്കും. 1 വർഷം വരെ നീണ്ടെന്ന് വരും. അതുവരെ ഡോക്ടർ ഹരിലാൽ ഗൗരവത്തോടെ പറഞ്ഞു. വിദഗ്ധരുടെ അഭിപ്രായം കൂടി സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഒരു റെസ്പോൺസും ഇല്ലാതെ ഒരേ കിടപ്പ് കിടന്ന മിത്രയ്ക്ക് ഇപ്പോഴുള്ള ഡെവലപ്മെൻറ്റ് എങ്ങനെയുണ്ടായി? ആ കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യം, അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദം, ഷാനുവിൻ്റെ ആ വിളി, അവൻ വിളിക്കുന്ന ആ ഡയൽ ടോൺ, അതിൻ്റെ ആവർത്തനങ്ങൾ, അവിടെ നിന്നാണ് ഈ ഡെവലപ്മെൻറ്റ്സിൻ്റെ തുടക്കങ്ങളൊക്കെ. ഓക്കെ, ശരിയാണ്. യെസ്, നമുക്കിനിയും അതേ എലമെൻറ്റ്സ് തന്നെ അപ്ലൈ ചെയ്യണം. അവൾക്ക് പ്രിയപ്പെട്ടവരുടെ ശബ്ദങ്ങളും സാമീപ്യങ്ങളും, അവൾക്ക് പ്രിയപ്പെട്ട വാർത്തകളും. അവളുടെ ബ്രെയിനിലെ വെയിൻസ് അതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കും. അതിലൂടെ ക്രമേണ അവൾ പഴയ കുട്ടിയാവും. നോർമൽ ചിന്തകളും നോർമൽ ഓർമ്മകളുമായി മാഡത്തിൻ്റെ പഴയ അനിയത്തിക്കുട്ടിയാവും. വൈകിട്ട് മുഖത്ത് എന്നിട്ടും സന്തോഷമില്ലായിരുന്നു. ഷുവർ മാഡം, ഞങ്ങളെ വിശ്വസിക്കൂ, ഡോക്ടർ അനിൽരാജനും പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് കേസാണ്. വിജയം കണ്ടെത്തുക ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. വൈകിട്ട് മുഖം എന്നിട്ടും തെളിഞ്ഞില്ല. അതേ മുഖത്തോടെ തന്നെയാണ് അവൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ പാഴായ മാഡം? ഷാനു പ്രസാദ് എല്ലാ വിവരവും കേട്ടപ്പോൾ അത്യന്തം നിരാശയോടെ ചോദിച്ചു. പാഴായെന്ന് ഡോക്ടർ പറഞ്ഞില്ല. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞ് ഇനി എന്ന് എന്നെ തിരിച്ചറിയും? അമ്മയെന്ന് വിളിക്കും. ദേവികയ്ക്ക് സങ്കടം ഇരട്ടിച്ചു. ദേവികെ, ഈശ്വരി സൗമ്യമായി തന്നെ വിളിച്ചു. ഈ ഭൂമിയിൽ തന്നെ ഇല്ലെന്ന് കരുതിയ നമ്മുടെ മോളെ ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഇത്രയും കരുണ കാട്ടിയില്ലേ? ഇനി നമ്മൾ ആവശ്യപ്പെട്ടാൽ ദൈവം മോളെ പൂർണ്ണമായും തിരിച്ചറിവോടെ നമുക്ക് തരും. മോളെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഈശ്വര, എൻ്റെ കൃഷ്ണ. ഈശ്വരി പറഞ്ഞത് അക്ഷരം പ്രതി ദേവിക വിശ്വസിച്ചു. അവരപ്പോൾ തന്നെ കൈകൂപ്പി. വൈഗ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അമ്മയെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നായിരുന്നു അവളുടെ ഭയം. ആ ദൗത്യം സ്വമേധയ ഈശ്വരി നിർവഹിച്ചിരിക്കുന്നു. അതോടെ രേണുകയ്ക്കും പ്രതാപനും അല്പം ആശ്വാസമായി. എങ്കിലും രേണുക ചോദിച്ചു, വൈഗ, മിത്രയ്ക്ക് ശരിയായ ഓർമ്മ കിട്ടാൻ വൈകുമെങ്കിൽ അത്രയും നാൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കഴിയണോ മോളെ? വേണ്ട ആൻറ്റി. വൈഗ അലിവോടെ അവരെ നോക്കി. വീട്ടിൽ പൊടിയും മാറാലയും നിറഞ്ഞു കാണും മോളെ. മുറ്റത്തും പുല്ലുകിളിർത്തും കരിയില കൂടിയിട്ടുണ്ടാവും. എനിക്കറിയാം ആൻറ്റി, വൈഗ പറഞ്ഞു. എന്തെങ്കിലും ഒരു വഴി ഞാൻ പെട്ടെന്നുണ്ടാക്കാം. അത് മതി, പ്രതാപനും പറഞ്ഞു. എന്തായാലും ഇതിനുള്ളിൽ അടച്ചുപൂട്ടിയുള്ള ഈ ഇരിപ്പ് മതിയായി. വൈഗ ചിരിച്ചു അലിവോടെ. സി ബ്ലോക്കിലെ ഇടനാഴിയിലൂടെ വൈകുന്നേരത്തെ റൗണ്ട്സ് കഴിഞ്ഞ് ഒ പിയിലേക്ക് വരികയായിരുന്നു ഡോക്ടർ ബിനീഷ്. പെട്ടെന്ന് അയാൾ നിന്നു. റൂം നമ്പർ 215 മുമ്പിൽ കുറച്ചു പേർ നിന്ന് യാത്ര പറയുന്നു. വൈകുന്നേരം വീട്ടിലായിരുന്നു ഡോക്ടർ രശ്മി. രോഹിണിയുടെ സഹോദരൻ സഹദേവൻ എത്തിയിട്ടുണ്ട്. മുമ്പ് രോഹിണി ആവശ്യപ്പെട്ടതിനനുസരിച്ച് രശ്മിക്ക് വേണ്ടി നല്ലൊരു വിവാഹാലോചനയുമായിട്ട് വന്നതാണ് അയാൾ. അത് വേണ്ടേട്ടാ, രോഹിണി തന്നെ പറഞ്ഞു. നല്ലൊരു ഡോക്ടർ പയ്യൻ്റെ ആലോചന വന്നിട്ടുണ്ട്. രശ്മി തന്നെ കണ്ടെത്തിയാണ്. മുമ്പ് അവർ ഒരുമിച്ച് പഠിച്ചതുമാണ്. ഡോക്ടർ വിനീഷ്. ഓ, ആ ഡോക്ടറാണല്ലേ? അത് നല്ല ആലോചനയാണല്ലോ. സഹദേവനും ഇഷ്ടമായി. അതെ, നല്ല കാര്യമാണ് കേട്ടാ. പയ്യനും മോളും തമ്മിൽ ഇഷ്ടത്തിലോ?
കഴിഞ്ഞ ദിവസം പയ്യനിവിടെ വന്നിരുന്നു. മിടുക്കനാ, നല്ല മര്യാദയും വിനയമുണ്ട്. കുടുംബത്തിൽ പിറന്നു തന്നെ. എങ്കിൽ പിന്നെ അവൻ്റെ അച്ഛനും അമ്മയും വരാൻ പറയും. നമുക്കതങ്ങ് ഉറപ്പിച്ചേക്കാം. സഹദേവൻ രശ്മിയുടെ നേർക്ക് നോക്കി. എന്താ മോളെ, അങ്ങനെയല്ലേ? അതെ അങ്കിൾ. നാണം പുരണ്ട ഒരു ചിരിയോടെ രശ്മി തലയാട്ടി. അപ്പോഴാണ് അവളുടെ മൊബൈൽ അടിച്ചത്. നോക്കിയപ്പോൾ കൃത്യം അവൻ തന്നെ, ഡോക്ടർ വിനീഷ്. സഹദേവൻ ആളിലുള്ളത് കൊണ്ട് രശ്മി വേഗം തൻ്റെ റൂമിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. നിൻ്റെ കാര്യം ഞങ്ങളിവിടെ പറയായിരുന്നടാ. നിനക്ക് 100 ആയുസാ. 100. അവൾ കൊഞ്ചലോടെ പറഞ്ഞു. വിനീഷിന് അതിഷ്ടപ്പെട്ടു. എൻ്റെ കാര്യം എന്നതാ നീ പറഞ്ഞത്? കല്യാണക്കാര്യം. കല്യാണക്കാര്യം? എനിക്കോ? നിനക്കല്ല, എനിക്ക്. രശ്മി കുലുങ്ങിച്ചിരിച്ചു. എൻ്റെ അങ്കിള് വന്നിട്ടുണ്ട് ഒരു പ്രപ്പോസലായിട്ട്. കുവൈറ്റിലെ ഡോക്ടറാണ്. അവിടെ ഒരു അറബിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഫ്രീ മാരേജ് കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് കുവൈറ്റിലേക്ക് പറക്കാം. എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം. എന്നിട്ട് തീരുമാനിച്ചോ? വിനീഷ് തൻ്റെ സ്വരത്തിൽ മനഃപൂർവ്വം അല്പം നിരാശ കലർത്തി. അത് അതേപടി സ്വരത്തിലൂടെ രശ്മി തിരിച്ചറിഞ്ഞു. അവൻ്റെ സ്നേഹമായി ആ നിരാശ അവളുടെ കരളിനെ സ്പർശിച്ചു. അവൾ പറഞ്ഞു, തീരുമാനിച്ചില്ലടാ. അതെന്താ? മറ്റൊരുത്തൻ എൻ്റെ ഹൃദയം തള്ളിത്തുറന്ന് അതിനുള്ളിൽ കയറിപ്പോയില്ലേ? അതുകൊണ്ടാ. ഓ, സിനിമാ ഭാഷയാണല്ലോ. അല്ലടാ, ആരാണ് ആ ഭാഗ്യവൻ? അതോടെ പറയ്, ഞാനറിയട്ടെ. ഓ, ഒന്നും അറിയാത്ത പാവം. വേണ്ടട്ടോ. അവളൊരു കുഞ്ഞിക്കിളിയായി കുറുകി. വിനീഷ് ഉറക്കെ ചിരിച്ചു. ആട്ടെ, നീ ഇപ്പം എവിടെ? ഹോസ്പിറ്റലിലാണോടാ? അവൻ്റെ ചിരി ആസ്വദിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതെ, ഒരു സംഭവം കണ്ടു, അതാണ് നിന്നെ വിളിച്ചത്, വിനീഷ് പറഞ്ഞു. എന്താടാ? ഇന്ന് ആ വൈഗായ് പീസും ഷാനുപ്രസാദും വന്നിരുന്നു. ഇന്ന് ആദ്യമായി ഞാൻ അവരെ ഒരുമിച്ച് കണ്ടു. ഒരുമിച്ചോ? എവിടെ? റൂം നമ്പർ 215 മുമ്പിൽ. എന്തിനാണ് അവർ ഒരുമിച്ചത്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ റൗണ്ട്സിലായിരുന്നു. ഒ പിയിലേക്ക് മടങ്ങുമ്പോഴാണ് കണ്ടത്. കൂടെ IPS അമ്മയും അച്ഛമ്മയും ഉണ്ടായിരുന്നു. റൂം നമ്പർ 215 ആ രേണുകയല്ലേ? അവിടെ IPS എന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഷാനുവിന് അവിടെ എന്താ കാര്യം? സംതിങ് റോങ്, അങ്ങനെ എനിക്ക് തോന്നി, വിനീഷ് പറഞ്ഞു. എന്തോ ചുറ്റിക്കളി അവിടെയുണ്ട് വിനീഷേ. അത് തീർച്ചയാണ്. അതിൻ്റെ ആണിക്കല്ല് ആ 215 നമ്പർ റൂമും രേണുകയുമാണ്. ഡോക്ടർ ഹരിലാലിനുമുണ്ട് ചുറ്റിക്കളിയിൽ എന്തോ പങ്ക്. ശരിയല്ലേ? നീ എന്തു പറയുന്നു? രശ്മി ചോദിച്ചു. ഞാൻ വേറൊരു കളി കളിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം. പോരേടി? യെസ്, അത് മതി. രശ്മിക്ക് സന്തോഷമായി. പക്ഷെ കളിയിൽ നമ്മൾ തോൽക്കരുത്, ജയിക്കുക തന്നെ വേണം. ഓക്കേടേ? വിനീഷ് ഏറ്റു. രശ്മിക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നി. തന്നെപ്പോലെ തന്നെ അവനും ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. പെണ്ണിനും ആണിനും ഒരുമിച്ചുള്ള ജീവിതത്തിൽ വേണ്ടത് അതാണ്, ഒരേ ചിന്തയും പ്രവൃത്തിയും. ഡോക്ടർ വിനീഷ് നേരെ പോയത് MRI സ്കാനിങ് സെക്ഷനിലേക്കാണ്. സന്ധ്യ ആകാറായതിനാൽ സ്കാനിങ് ടൈം കഴിഞ്ഞിരുന്നു. എമർജൻസി കേസ് എന്തെങ്കിലും വന്നാലേ ഇനി സ്കാനിങ് ഉണ്ടാകൂ. അതുകൊണ്ട് ഡോക്ടർ പോയി കഴിഞ്ഞിരുന്നു. ഡോക്ടറേക്കാൾ ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുക രജിസ്റ്ററും കമ്പ്യൂട്ടറുമാണ്. നടന്ന സ്കാനിങ്ങുകളുടെ റിപ്പോർട്ടും പ്രിൻറ്റും എടുക്കുന്ന മരിയയുടെ അടുത്തേക്ക് ഡോക്ടർ വിനീഷ് ചെന്നു. മരിയ, ഡോക്ടർ വിളിച്ചു. സർ, അവൾ വിളി കേട്ടു. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അവൻ്റെ മദർ ഇവിടെ അഡ്മിറ്റാണ്. തലയ്ക്കുള്ളിലാണ് പ്രോബ്ലം. കഴിഞ്ഞ 15-ാം തീയതി ഒരു MRI എടുത്തിരുന്നു. ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് ഹരിലാൽ സാർ പറഞ്ഞത്രേ. വിശ്വസനീയമായ രീതിയിൽ ഡോക്ടർ വിനീഷ് തുറന്നു. അതിൻ്റെ ഗൗരവം എത്രയുണ്ടെന്ന് അവൻ എന്നോട് ചോദിച്ചു. സ്വന്തം മദറിൻ്റെ കാര്യമല്ലേ, അവൻ്റെ ഉത്കണ്ഠ നമ്മൾ അറിയണ്ടേ. ആ റിസൾട്ട് മരിയൊന്ന് നോക്കിക്കേ. എന്താണ് സാർ പേഷ്യൻ്റെ പേര്? രേണുക, റൂം നമ്പർ 215. മരിയ രേണുകയുടെ പേരടിച്ചു. അങ്ങനെ ഒരു പേരുകാരി ഇല്ല. റൂം നമ്പർ 215 കൊടുത്തു നോക്കി, ഇല്ല. ഡോക്ടർ ഹരിലാലിൻ്റെ പേഷ്യൻ്റ് ലിസ്റ്റ് എടുത്തു നോക്കി. അങ്ങനെ ഒരു രേണുക ടെസ്റ്റ് എടുത്തില്ല സാർ. പേരും അത് തന്നെയാണോ? വിനീഷ് പെട്ടെന്ന് കൺഫ്യൂഷൻ അഭിനയിച്ചു. രേണുക എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മരിയ ഇനി രമണിന്നോ രേവതിന്നോ ആണോന്നോ. ഞാൻ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഓക്കെ സാർ. ഡോക്ടർ വിനീഷ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ട് മൊബൈലെടുത്ത് രശ്മിയെ വിളിച്ചു. ആ രേണുകയ്ക്ക് ഇന്നോളം ഒരു സ്കാനിങ് നടന്നിട്ടില്ല രശ്മി, അവൻ പറഞ്ഞു. പിന്നെ അവരെന്തിനാ ആ റൂമിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്? ടെസ്റ്റ് നടത്തിയെന്ന് എന്തിനാ കള്ളം പറഞ്ഞത്? രശ്മി എന്താളിച്ചു. ഇത്രയും കണ്ടെത്താമെങ്കിൽ അതും ഞാൻ കണ്ടെത്തിയിരിക്കും. രശ്മി, ഒരു സിറ്റുവേഷൻ കിട്ടട്ടെ. ഞാൻ ഈ കേസ് ചുമ്മാ വിടില്ലടി. ഓക്കെടാ.
രശ്മി അവനെ പ്രോത്സാഹിപ്പിച്ചു. സന്ധ്യ കഴിഞ്ഞപ്പോൾ ദേവികയും ഈശ്വരിയും കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴുതു വന്നു. കൃഷ്ണനോട് ഞാൻ മിത്രയ്ക്ക് വേണ്ടി കേണിട്ടുണ്ടമ്മേ. എൻ്റെ കുട്ടിയുടെ ഓർമ്മ എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടണമെന്ന് ദേവിക പറഞ്ഞു. എനിക്കും ഇന്ന് പറയാൻ അതേ ഉണ്ടായിരുന്നല്ലോ മോളെ, ഈശ്വരിയും പറഞ്ഞു. അവർ അമ്പാടിയിലെ പൂജാമുറിക്ക് മുമ്പിലിരുന്ന് കുറേ പ്രാർത്ഥിച്ചു. കഴുകി ഉണക്കിയ കുറേ തുണികൾ വാരത്തിലെ ടേബിളിൻ്റെ മേലെ മേരി വെച്ചിരുന്നു. ദേവിക അതെല്ലാം ഷെൽഫിലേക്ക് എടുത്തു വെച്ചു. കുറേ ഡ്രസ്സുകൾ വൈഖയുടേതായിരുന്നു. അതുമായി അവർ മുകളിലേക്ക് കയറി ചെന്നു. അവിടെ തൻ്റെ റൂമിലുണ്ടായിരുന്നു വൈഖ. ലാപ്ടോപ്പ് തുറന്നു വെച്ച് അതിൽ റോസ് ജോയി എന്ന പെൺകുട്ടിയുടെ കേസ് ഹിസ്റ്ററി ഒന്നൊന്നായി ഫയൽ ചെയ്യുകയായിരുന്നു അവൾ. തുണികളുമായി കബോർഡിനരികിലേക്ക് നീങ്ങുന്നതിനിടയിൽ ദേവികയുടെ കണ്ണുകൾ ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ പതിഞ്ഞു. അതിൽ റോസിൻ്റെ ചിത്രം കണ്ട് ദേവിക നിന്നു. ഇതെന്തിനാ മോളെ ഈ പെൺകൊച്ചിൻ്റെ ഫോട്ടോ ഇതിലിട്ടിരിക്കുന്നത്? ദേവിക പെട്ടെന്ന് ചോദിച്ചു. അമ്പരപ്പോടെ വൈക തിരിഞ്ഞു. അമ്മ അറിയോ ഇവിടെ? ഞാൻ അറിയാണ്ടിരിക്കാം മോളെ. ഈ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ? അതെ. ഇതിൻ്റെ പേര് ഓർമ്മയിലൊന്ന് പരതിയിട്ട് ദേവിക പൂർത്തിയാക്കി. റോസെന്നോ മറ്റോ അല്ലേ? അതെ, റോസ് ജോയി. ഇവളിവിടെ എന്ന് വന്നു? ഒരു 7-8 മാസം മുമ്പ്. എന്തിന്? വൈക എഴുന്നേറ്റു. മിത്രമോളെ കാണാൻ വന്നതാ. അന്ന് പൂജാ ഹോളിഡേയ്സ് ആയിരുന്നെന്ന് തോന്നുന്നു. അന്ന് 3-4 ദിവസം മിത്ര ഇവിടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടേ തീരുമെന്ന് പറഞ്ഞ ഈ കൊച്ച്. വൈകയുടെ കണ്ണുകളിൽ തീക്കനൽ വീണു. അധ്യായം 28. റോസ് അമ്പാടിയിൽ വന്നിട്ടുണ്ടെന്നോ? മിത്രയെ കാണാൻ അതിശയമായിരിക്കുന്നല്ലോ. മുമ്പിലിരിക്കുന്ന വൈഖയുടെ മുഖത്തേക്ക് നോക്കി SP വിൽസൺ തോമസ് അന്താളിപ്പോടെ പറഞ്ഞു. തൻ്റെ അനിയത്തി നമ്മൾ കരുതുന്നതിനേക്കാൾ മീതെയാണല്ലോ ഇപ്പോൾ. അത് ശരിയാണെന്ന് സമ്മതിക്കാതിരിക്കാൻ എനിക്ക് വയ്യ സർ. കൊള്ളാം. SP അമ്പരപ്പോടെ തലയാട്ടി. ജീവൻ്റെ ജീവനായി അന്യോന്യം സ്നേഹിച്ചിട്ടും ഷാനു പ്രസാദിനോട് പോലും ഒന്നും പറയാതെയാണ് അവൾ ഇതൊക്കെ ചെയ്തത്. സീന ജെയിംസിനെ ചതിച്ചു, റോസിനെ ചതിച്ചു, വൈക ഖേദപൂർവ്വം പറഞ്ഞു. റോസിൻ്റെ റൂമിലെ പെൺകുട്ടികളുമായി സംസാരിച്ചു സാർ. പക്ഷെ വാർഡൻ മല്ലികാദേവിക്ക് പറഞ്ഞ വിവരങ്ങളും അത്ര തന്നെ അവർക്കും അറിയാവൂ. റോസ് അവർക്കിടയിൽ ജീവിച്ചത് ഒരു വെൽ പ്ലാൻഡായിട്ടാണ്. താൻ പറഞ്ഞത് ശരിയാണ്. ഏതായാലും നമ്മുടെ അന്വേഷണം കൃത്യമായ റൂട്ടിലേക്ക് വന്നിരിക്കുന്നു, SP പറഞ്ഞു. ഇനി നമുക്കധികം മുമ്പോട്ട് പോകേണ്ടി വരില്ല. പക്ഷെ സാർ, വൈക പറഞ്ഞു, എൻ്റെ അനിയത്തി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് മനസ്സോടെ ആവില്ല സാർ. മനസ്സോടെ ഒരു ദുഷ്ടത ചെയ്യാൻ അവൾക്കാവില്ല. ഇത്തരം പല കാര്യങ്ങളും മനസ്സോടെ ചെയ്യുന്നതല്ലടോ, മനസ്സുണ്ടാക്കിച്ച് ചെയ്യിക്കുന്നതാണ്. അതായത് ട്രാപ്പിലാക്കിയിട്ട് തന്നെ. അതെ സർ, അവൾ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും അവൾ കാരണം നശിച്ചുപോയ 2 കുടുംബങ്ങൾ. വൈക സങ്കടത്തോടെ തുടർന്നു. സീനയുടെ അപമാനം നിറഞ്ഞ മുഖവും ഭീതി പൂണ്ട മിഴികളും എൻ്റെ ഓർമ്മയിലുണ്ട് സാർ. ആ കുടുംബത്തിലെ 4 പേരുടെ ആത്മഹത്യ, ആ കൊടും ക്രൂരത, ആ കൊടും ദുരന്തം എന്നെ വേട്ടയാടാത്ത ഒരു ദിവസം പോലുമില്ല. പിന്നെ അഴുകി അടിഞ്ഞു കിട്ടിയ റോസിൻ്റെ ജഡം, അവൾക്ക് വേണ്ടി അറബിയുടെ അടുക്കളയിൽ തേച്ചു കഴുകാൻ പോയ ഒരമ്മയുടെ തോരാത്ത കണ്ണുനീര് എന്നെ എല്ലാം പിന്തുടരുകയാണ് സർ. SP അവളെ നോക്കി ചെറുതായി ചിരിച്ചു. അമ്മയ്ക്കും അച്ചമ്മയ്ക്കും പക്ഷേ ഇതൊന്നും അറിയില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല സർ. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാനും വേഗം അവൾ രക്ഷപ്പെടാനും വേണ്ടി 2 നേരം അവൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അത് നല്ലതാണ്. SP ശബ്ദമില്ലാതെ വീണ്ടും ചിരിച്ചു. അവരുടെ പ്രാർത്ഥന വേഗം ഫലിക്കട്ടെ. എല്ലാം അറിയുന്ന കൃഷ്ണൻ അവൾക്ക് വേണ്ടി ഓർമ്മ നൽകട്ടെ, രക്ഷപ്പെടുത്തട്ടെ. അത് നമ്മുടെ കൂടി ആവശ്യമല്ലേ വൈക? SP പറഞ്ഞത് പിന്നിൽ പതിയിരിക്കുന്ന അപകടം വൈകയ്ക്ക് പിടികിട്ടി. പക്ഷേ ആ അപകടം അനിവാര്യമാണ്. എനിക്കതിനെ തടയാനാവില്ല. പുതുപ്പള്ളിയിലെ വീടിൻ്റെ ഗേറ്റ് മലർക്കെ തുറന്നു. വൈക തൻ്റെ കാറ് മുറ്റത്തേക്ക് ഓടിച്ച് കയറ്റി നിർത്തി. അതിൽ നിന്നും രേണുകയും പ്രതാപനും ഇറങ്ങി. പിന്നാലെ അവളും. ചുറ്റും നോക്കിക്കൊണ്ട് വൈക പറഞ്ഞു, ആൻറ്റി പറഞ്ഞത് ശരിയാ. മുറ്റം നിറയെ പുല്ലും കരിയിലയായി. അങ്കിളും ആൻറ്റിയും കൂടി നല്ലോണം ഒന്ന് പണിതാലേ മുറ്റവും പരിസരവും പഴയപടിയാവും. അതൊന്നും സാരമില്ല മോളെ, രേണുക പറഞ്ഞു. 1-2 മണിക്കൂർ കൊണ്ട് എല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ. പ്രതാപൻ കീയെടുത്ത് വീടിൻ്റെ ഡോർ തുറക്കുമ്പോഴേക്കും വൈക കാറിൻ്റെ ഡിക്കി തുറന്ന് കുറേ പാക്കറ്റുകൾ എടുത്ത് പോർച്ചിലേക്ക് വെച്ചു. ഇതെന്താ മോളെ, പാക്കറ്റുകൾ കുറേ ഉണ്ടല്ലോ? പ്രതാപൻ അമ്പരന്നു. അരി, ഉപ്പ്, മുളക്, പഞ്ചസാര, ചായപ്പൊടി തുടങ്ങി ഇറച്ചിയും മീനും വരെയുണ്ട്. വൈക ചിരിച്ചു. എന്തിനാ മോളെ ഇതൊക്കെ? രേണുക അന്താളിച്ചു.
കുറേ നാളായില്ലേ രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഇവിടെ വന്നിട്ട് അങ്കിളിൻ്റെ ഇതൊക്കെ വാങ്ങണേൽ ഉടനെ പുറത്തു പോകണ്ടേ? അതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചെന്നേ ഉള്ളൂ. നീ ഇതെപ്പോൾ വാങ്ങി? അതൊക്കെ വാങ്ങി. വൈകി ധൃതിയിൽ കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ഇനി ഹോസ്പിറ്റലിൽ കഴിയണ്ട, വീട്ടിലേക്ക് പോന്നോട്ടെ എന്ന് SP പറഞ്ഞു. കേട്ടപാടെ ഇറങ്ങി ഓടി വരികയായിരുന്നു ഞാൻ. ഓഫീസിൽ ഇത്തിരി അർജൻറ് ഉണ്ടാക്കി, അതുകൊണ്ട് ഞാനിപ്പോൾ പോവുക. പക്ഷേ ഉച്ചയ്ക്ക് വരും ഊണ് കഴിക്കാൻ. വേഗം ഒരു ഉഗ്രൻ സദ്യ തയ്യാറാക്കിയോ. ശരി മോളെ. രേണുകയുടെ ശബ്ദത്തിനും കുറച്ച് പതർച്ചയുണ്ടായിരുന്നു. എന്താ ആൻറ്റി, എൻ്റെ മോൻ കൂടി ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ? ഒരു നിമിഷം കഴിഞ്ഞാണ് വൈക്കം മറുപടി പറഞ്ഞത്. ഇതുപോലൊരു ദിവസം ഞാൻ അവനെയും ഇവിടെ കൊണ്ടുവന്നാക്കിത്തരും ആൻറ്റി, പ്രോമിസ്. രേണുകയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നപ്പോൾ വൈക വണ്ടി വിട്ടു. ആ കണ്ണുനീർ കൂടി കാണാൻ വയ്യ. ഡോക്ടറെ, നിങ്ങളെ കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ട്. വാർഡൻ ജോർജ് സെല്ലിനരികിൽ നിന്നും പറഞ്ഞപ്പോൾ ഡോക്ടർ സത്യദാസ് അമ്പരന്നു. ആരായിരിക്കും രണ്ടുപേര്? കാർത്തിക്കും വൈഖയും ആയിരിക്കുമോ? ആവും, അതിനാണ് സാധ്യത. അയാൾ ധൃതിയിൽ ഇറങ്ങിച്ചെന്നു. പക്ഷേ സന്ദർശക മുറിയിൽ നിന്നിരുന്നത് കാർത്തിക്കും വൈഖിയുമായിരുന്നില്ല, ദേവികയും ഈശ്വരിയും. ദേവിക ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ ഈശ്വരിയെ കണ്ടപ്പോൾ സത്യദാസ് തളർന്നുപോയി. മോനെ സത്യ. ഈശ്വരിയുടെ മുഖത്ത് ഒട്ടും സങ്കടം ഉണ്ടായിരുന്നില്ല. അമ്മേ, അയാളെ മെല്ലെ വിളിച്ചു. സ്വന്തം മകനെ ജയിലിനുള്ളിൽ വെച്ച് കാണുന്ന ഒരമ്മയ്ക്ക് സന്തോഷവും അമ്പരപ്പ് തോന്നിയ അയാൾക്ക്. അയാൾ ദേവികയുടെ മുഖത്തേക്ക് നോക്കി. പതിവ് പോലെ സങ്കടമല്ല, സന്തോഷമാണപ്പോൾ അവിടെയും. സത്യ. ഈശ്വരി മകനെ കെട്ടിപ്പിടിച്ചു. സത്യദാസിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അമ്മേ, എന്തിനാ അമ്മ ഇവിടെ വന്നത്? ഇങ്ങനെ എന്നെ കാണാൻ? ഇതിനുള്ളിൽ വെച്ച് നിന്നെ കാണണ്ടായിരുന്നടാ. അമ്മയുടെ ആഗ്രഹം കാരണം. അന്ന് നീ സ്വന്തം മകളെ കൊന്നവനായിരുന്നു, മനഃപൂർവ്വം അല്ലെങ്കിലും. അമ്മയത് കുറ്റവാളിയായി മകൻ ജയിലിൽ കിടക്കുക, പെറ്റമ്മയ്ക്ക് ആ കാഴ്ച മരണതുല്യാടാ. അമ്മ വരണ്ടായിരുന്നു. സത്യദാസ് പിറുപിറുത്തു. സങ്കടം കൊണ്ട് അയാൾ വിതുമ്പിപ്പോയി. മകൻ്റെ കണ്ണുനീര് ഈശ്വരി നേരിയതിൻ്റെ തുമ്പുകൊണ്ട് തുടച്ചു കൊടുത്തു. അത് കണ്ട് ദേവികയ്ക്കും നെഞ്ചുപൊള്ളി. മുറിക്കുള്ളിൽ നോക്കി നിൽക്കുന്ന പോലീസുകാർ കേൾക്കാതെ ഈശ്വരി പതുക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ വന്നത് നീ കുറ്റവാളിയല്ലെന്നറിഞ്ഞ സന്തോഷം കൊണ്ടാ. അമ്മ ഞാൻ അമ്മ എന്താണ് ഈ പറയുന്നത്? സത്യദാസ് അന്താളിച്ചു. ഈശ്വരി വീണ്ടും മകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മകൻ്റെ ചെവിയിൽ അവർ പറഞ്ഞു, നമ്മുടെ മിത്രമോള് മരിച്ചിട്ടില്ലടാ, ജീവിച്ചിരിപ്പുണ്ട്. നടുക്കം കൊണ്ട് ശബ്ദമടഞ്ഞുപോയി സത്യദാസിന്. ഇടറിയടർന്ന കുറേ വാക്കുകൾ അയാളിൽ നിന്ന് മുതിർന്നു. മിത്ര മരിച്ചിട്ടില്ലെന്നോ? ജീവിച്ചിരിപ്പുണ്ടെന്നോ? ഒരു നിമിഷം അയാൾ നിർത്തി. പിന്നെ സംയമനം വീണ്ടെടുത്തിട്ട് തുറന്നു. അന്ന് എൻ്റെ അടി കൊണ്ട് അവൾ വീണതാമ്മേ. ശ്വാസം നിലച്ചതാ. ഞാൻ തൊട്ടു നോക്കിയതാമ്മേ. ഒക്കെ നിൻ്റെ തോന്നലായിരുന്നു മോനെ. മകൻ്റെ തോളത്തു നിന്ന് മുഖമെടുത്ത് ഈശ്വരി ആ മുഖത്തേക്ക് നോക്കി. മകൻ്റെ അവിശ്വസനീയത മാറ്റാൻ അവർ വീണ്ടും പറഞ്ഞു. അവൾ പഴയപടിയായിട്ടില്ല മോനെ. ഹോസ്പിറ്റലിൽ എപ്പോഴും തലയ്ക്ക് പരിക്കുണ്ട്. നമ്മുടെ അഖിലാം അവളെ രക്ഷിച്ചത്. ഇപ്പോൾ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി പാടുപെടുന്നത് വൈകമുള്ള. മിത്ര രക്ഷപ്പെടുക. ഞാനും ദേവികയും പോയി കണ്ടിട്ടാണ് വരുന്നത്. ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചിരുന്നാണ്. പക്ഷെ നിന്നോടിത് പറയാതിരിക്കാൻ എനിക്കും ദേവികയ്ക്കും കഴിയോ? സത്യദാസ് മുഖം തിരിച്ചു ദേവികയെ നോക്കി. ഉവ്വോ, നമ്മുടെ മിത്രമോളെ നീ ജീവനോടെ കണ്ടോ? ചോദ്യം അയാളുടെ മുഖത്തും കണ്ണുകളിലും ദൃശ്യമായിരുന്നു. ഉവ്വ് എന്ന് ദേവിക മുഖം കൊണ്ട് ആംഗ്യം കാട്ടി. എൻ്റെ ഈശ്വരന്മാരെ! സത്യദാസ് സങ്കടവും സന്തോഷവും താങ്ങാനാവാതെ തറയിലേക്ക് തളർന്ന് മുട്ടുകുത്തിയിരുന്നു. എന്താ, എന്തു രഹസ്യമാണ് നിങ്ങൾ പറയുന്നത്? അവർ ശ്രദ്ധിച്ചു നിന്നിരുന്ന ഗാർഡ് ഓടി സത്യദാസിൻ്റെ അടുത്തേക്ക് വന്നു. ഡോക്ടർ വല്ലാണ്ടായല്ലോ. എന്തുപറ്റി? ദേവികയുടെ മുഖത്ത് ഭീതി വരുന്നു. ഈശ്വരി ഒട്ടും പൊടിക്കാതെ പറഞ്ഞു. ദിവാരം ഗൾഫിലാണ്. അവനൊരു കേസിൽ പെട്ടു. അക്കാര്യം പറഞ്ഞപ്പോൾ അവനത് സഹിക്കാൻ പറ്റിയില്ല. ദിവാകരനോ? അതാരാ? ഇവൻ്റെ ഇളയ പെങ്ങൾ സതിയുടെ ഭർത്താവാ. ഡോക്ടറുടെ ഇളയ പെങ്ങളെന്ന് പറയുമ്പോൾ അമ്മച്ചിയുടെ മോളല്ലേ? അതെ. മോളുടെ ഭർത്താവ് കേസിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് സങ്കടവും തളർച്ചയൊന്നുമില്ലല്ലോ. ഞാനേ ഒന്നാം തരം പോലീസുകാരൻ്റെ ഭാര്യയായിരുന്നു മോനെ. ഈശ്വരി അല്പം അഭിമാനത്തോടെ പറഞ്ഞു. മോൻ കേൾക്കാൻ വഴിയില്ല. CI സദാശിവൻ.
10 വർഷം മുമ്പ് മരിച്ചുപോയി. എന്നാലും ഒരു CAയുടെ കൂടെ 40-45 വർഷം ജീവിച്ചതല്ലേ. അങ്ങനെ പെട്ടെന്നൊന്നും സങ്കടവും തകർച്ചയും വരികയില്ല വെച്ചേ. മോൻ പോയിക്കോ. അയാൾ ചമ്മി. ദേവികയ്ക്ക് ആശ്വാസമായി. ഈശ്വരി സത്യദാസിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മോൻ സമാധാനമായിട്ടിരിക്കുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോഴത് മനസ്സിലായില്ലേ? സത്യദാസ് ഈശ്വരിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ആ കൈകളിൽ അയാൾ ഉമ്മ വെച്ചു. ഇതെന്നോട് വന്നു പറഞ്ഞ അമ്മ തന്നെയാണ് എൻ്റെ ദൈവം. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, നമ്മുടെ സ്വന്തം ജാഷി വയനാട്.